നമസ്കാരം. 3 വയസ്സുകാരനെ ക്രൂരമായി മർദ്ദിച്ചത് ഗ്യാസ് അടുപ്പിലെ റെഗുലേറ്റർ നോബ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്തതിനെന്ന് അമ്മ ജാർഖണ്ഡ് സ്വദേശിനി ഹെനയുടെ മൊഴി. മാത്രമല്ല, വൈദ്യുതി പ്ലഗുകളിൽ കമ്പും വിരലുകളും ഇടുന്ന രീതിയും തന്നെ ദേഷ്യപ്പിടിപ്പിച്ചിരുന്നതായും അമ്മ പോലീസിനോട് വെളിപ്പെടുത്തി. പലതവണ മുന്നറിയിപ്പ് കൊടുത്തിട്ടും ശീലം ആവർത്തിച്ചപ്പോഴാണ് പ്രകോപിതയായി ചപ്പാത്തി വടിക്ക് തലയ്ക്ക് അടിച്ചതെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതേസമയം മാതാപിതാക്കളുടെ സ്വദേശത്തെക്കുറിച്ചും ആശയക്കുഴപ്പമുണ്ട്. ജാർഖണ്ഡ് സ്വദേശിയായ പിതാവിന് ബംഗാൾ സർക്കാരിന്റെ ആധാർ കാർഡാണുള്ളത്. ഇവരുടെ കയ്യിൽ ഒന്നിലേറെ തിരിച്ചറിയൽ രേഖകൾ ഉള്ളതായും സൂചനയുണ്ട്. അന്വേഷണ സംഘം ഇരു സംസ്ഥാനത്തേക്കും തുടരന്വേഷണത്തിന് പോയിട്ടുണ്ട്. ഹെന തന്നെയാണോ കുട്ടിയുടെ മാതാവ് എന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തുന്നതിനായി DNA ടെസ്റ്റും നടത്തും. ഇതിനായി കുട്ടിയുടെയും അമ്മയുടെയും രക്തസാമ്പിളുകളും ശേഖരിക്കുമെന്ന് പോലീസ് അറിയിച്ചു. ഇതിനിടെ ചികിത്സയിലിരിക്കെ മരിച്ച കുട്ടിയുടെ മൃതദേഹം ഇന്ന് സംസ്കരിക്കും. ഖബറടക്കം ഏലൂർ പാലക്കാമുകൾ ജുമാ മസ്ജിദിൽ നടത്തുമെന്നാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിരിക്കുന്നത്. ബന്ധുക്കൾ ആവശ്യപ്പെട്ടാൽ മാത്രമേ എന്തെങ്കിലും മാറ്റമുണ്ടാവുകയുള്ളൂ. ജയിലിലുള്ള അമ്മയ്ക്ക് കുട്ടിയുടെ മൃതദേഹം കാണാൻ അനുവദിക്കണമെന്ന അപേക്ഷ എറണാകുളം CJM കോടതിയിൽ പോലീസ് നൽകിയിട്ടുണ്ട്. കുട്ടിയുടെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ നിലയിൽ രാജഗിരി ആശുപത്രിയിൽ കഴിഞ്ഞ ബുധനാഴ്ചയാണ് കുട്ടിയെ പ്രവേശിപ്പിച്ചത്. 3 മണിക്കൂറോളം നീണ്ട അടിയന്തര ശസ്ത്രക്രിയ നടത്തി രക്തസ്രാവം നിയന്ത്രിക്കുകയും കട്ടയായി കിടന്നിരുന്ന രക്തം മാറ്റുകയും ചെയ്തെങ്കിലും പൂർവ്വസ്ഥിതിയിലേക്ക് തലച്ചോറിന്റെ പ്രവർത്തനം വരാതിരുന്നതാണ് മരണകാരണമായത്. വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ചികിത്സ നടത്തിയത്. സാമൂഹ്യക്ഷേമ വകുപ്പ് കുട്ടിയുടെ ചികിത്സാ ചെലവ് ഏറ്റെടുത്തിരുന്നു. കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നുള്ള വിദഗ്ധ ഡോക്ടർമാരുടെ സംഘത്തെയും ചികിത്സയ്ക്കായി സർക്കാർ നിയോഗിച്ചിരുന്നു. അതിനൊന്നും കാത്തുനിൽക്കാതെയാണ് ആ കുഞ്ഞ് മരണത്തിന് കീഴടങ്ങിയത്. കൊച്ചി മെട്രോയുടെ ഏലൂരിലെ യാർഡിൽ ക്രെയിൻ ഡ്രൈവറായി ജോലി ചെയ്യുന്ന ജാർഖണ്ഡ് സ്വദേശി ഷാജിദ് ഖാന്റെയും ഹെന്നയുടെയും മകനാണ് മരണമടഞ്ഞത്. ഇയാൾ 1 വർഷമായി ഇവിടെ ജോലി ചെയ്യുകയാണ്. ഈ മാസമാണ് ദമ്പതികൾ കുട്ടിയുമായി ഏലൂരിലെ മെട്രോ കാസ്റ്റിംഗ് യാർഡിനു സമീപം വാടക വീട്ടിലെത്തിയത്. കുട്ടി മരിച്ചതോടെ അമ്മയ്ക്കെതിരെ കൊലപാതക കുറ്റം ചുമത്തി. കുട്ടിയുടെ തലയുടെ വലതുഭാഗത്ത് മുറിവേറ്റത് അമ്മ ചപ്പാത്തി പരത്തുന്ന വടിവെച്ച് അടിച്ചതിനെ തുടർന്നെന്നാണ് മൊഴി നൽകിയിരിക്കുന്നത്. അനുസരണക്കേട് കാണിച്ചത് കാരണമെന്നാണ് മൊഴി. ഇതുകൂടാതെ ശരീരമാസകലം മുറിവുകളും ചതവുകളുമുണ്ട്. മാത്രമല്ല, പിൻഭാഗത്ത് പൊള്ളലുമുണ്ട്. ബാലനീതി നിയമത്തിലെ വിവിധ വകുപ്പുകളും അമ്മയ്ക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. ബോധപൂർവം പരുക്കേൽപ്പിക്കൽ, മാരകായുധങ്ങൾ ഉപയോഗിച്ച് ഗുരുതരമായി പരുക്കേൽപ്പിക്കൽ എന്നീ വകുപ്പുകളാണ് ആദ്യം ചേർത്തിരിക്കുന്നത്. ഏലൂരിലെ വീട്ടിൽ തെളിവെടുപ്പ് നടത്തിയ ശേഷം വ്യാഴാഴ്ച ഹെനയെ റിമാൻഡ് ചെയ്തിരുന്നു. കുട്ടിയുടെ അച്ഛനിൽ നിന്ന് പോലീസ് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാൻ ഒരുങ്ങുകയാണ്. ഇയാളിപ്പോൾ പോലീസ് നിരീക്ഷണത്തിലുമാണ്. വാർത്തകൾ ഉടനടി അറിയാൻ ടോപ്പ് ന്യൂസ് കേരള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക.